കോവൂരച്ചനെ ഒരു മാനദണ്ഡമാക്കി കണക്കാക്കിക്കൊണ്ട് ആ മാനദണ്ഡത്തോട് നാം എത്ര അടുത്തു വരുന്നു, അതിനോട് നാം എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണത്തിൻ്റെ ആരംഭമായി ഈ സായാഹ്നത്തിലെ കൂടിവരവ് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ക്ഷമാപൂർവ്വം എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ ക്ഷണിച്ച ഭാരവാഹികൾക്ക് വിനയപൂർവ്വം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മാർത്തോമ്മ സഭയ്ക്ക് കെട്ടുപണി ചെയ്ത കോവൂരച്ചനെ ക്രൈസ്തവ സഭയുടെ പൊതുസ്വത്തായി പ്രൗഢഗംഭീരമായി ഈ സദസ്സിന് പരിചയപ്പെടുത്തിയ ഉജ്ജ്വല വാഗ്ധോരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. അങ്ങേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആത്മവിശ്വാസവും പക്വതയാർന്ന നേതൃപാഠവും കൈമുതലാക്കിയ ബഹുമാന്യനായ മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസിൻ്റെ സംശുദ്ധമായ വ്യക്തിപ്രഭാവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തെ അനുസ്മരണ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദനായ പൗലോസ് തിരുമേനി, ബഹുമാന്യനായ ബാബു പോൾ സാർ, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, ഞാനാകെ ധരിച്ചിരിക്കുകയാണ്. വികാരി അച്ഛന്മാരുടെ യാത്രയയപ്പ് സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ മരണാന്തരം നടക്കുന്ന അനുസ്മരണ പ്രസംഗങ്ങളിലോ മാത്രം കേൾക്കുന്ന വാക്കുകളാണ് ബാബു പോൾ സാർ എന്നെ പറ്റി പറഞ്ഞതപ്പോൾ ഞാനുണ്ടോ ഇല്ലയോ എന്നൊരു സംശയത്തിലാണ്. എന്ന് മാത്രമല്ല, തിരുവല്ലക്കാരിൽ ചിലർക്കെങ്കിലും ഞാനൊരു പ്രാസംഗികനാണ് എന്നൊരു ധാരണയുണ്ട്. കോവൂരച്ചൻ 100% നമ്മളൊക്കെ എത്ര ശതമാനം എന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞതിന് ശേഷം ബാബു പോൾ സാറിൻ്റെ പ്രസംഗത്തിന് ശേഷമുള്ളൊരു പ്രസംഗം എനിക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടും എന്ന സംശയമുണ്ട്. അതുകൊണ്ട് ഈ വളരെ നാളുകൾക്ക് ശേഷമാണ് BGM ഹാളിൽ ഇത്തരത്തിൽ ഒരു സമ്മേളനം കോവൂരച്ചനെ അനുസ്മരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ ധരിക്കുന്നു. പ്രത്യേകിച്ച് 100ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ അനുസ്മരണ സമ്മേളനം. ബാബു പോൾ സാറിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു കാതൽ അബ്രഹാം മൽപ്പനാച്ചൻ കൊളുത്തിയ വിശ്വാസത്തിൻ്റെ ദീപം അതണയാതെ കെട്ടുപോകാതെ എന്നും തെളിഞ്ഞു നിൽക്കാൻ തക്കവണ്ണമുള്ള ഘടനാപരമായ സംവിധാനം ഒരുക്കുന്നതിൽ ബഹുമാന്യനായ അഭിവന്ദനായ കോവൂരച്ചൻ നിർവഹിച്ച പങ്ക്, വിശ്വാസം കാത്തു സൂക്ഷിക്കാനും നിലനിർത്താനും വ്യാപിപ്പിക്കുവാനുമുള്ള ഒരു ഘടനാപരമായ സംവിധാനം. ഇന്ന് ഘടനകൾ ഉണ്ട്. വിശ്വാസം അല്ലെങ്കിൽ ദൗത്യം അത് നിർവഹിക്കാൻ വേണ്ടിയാണ് ഘടനകൾ എന്ന പരമപ്രധാനമായ യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു കളയുക. വിശ്വാസത്തെ സംരക്ഷിക്കാൻ, പ്രചരിപ്പിക്കാൻ, ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഉണ്ടാകേണ്ടുന്ന സഭാപരമായ ഘടനകളായി ഘടനകളോട് തന്നെ കൂറുപുലർത്തി ദൗത്യം വിസ്മൃതിയിലാണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്നുള്ള ഒരു വിമോചനത്തിന് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വിടുതലിന് ഈ അനുസ്മരണ പ്രഭാഷണം പ്രചോദകമാകും എന്ന് ഞാൻ വിനയപൂർവ്വം ചിന്തിക്കുകയാണ്. മാർത്തോമാ സഭ എന്തായി തീരുമായിരുന്നു കോവൂരച്ചൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് വളരെ ആധികാരികമായി വസ്തുനിഷ്ഠമായി നമ്മുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടു. നാം ഒരു കാര്യം കൂടി ഞാൻ സന്ദർഭവശാൽ പറയുന്നത് അനുചിതമായി ആരും ധരിക്കുകയില്ല എന്ന് വിശ്വസിക്കുക. ഡോക്ടർ E.T. കോവൂരിൻ്റെ നിരവധി പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആശയങ്ങളെയും ഒന്നും ഞാനും അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ കോവൂരച്ചിൽ നിന്ന് ഡോക്ടർ E.T. കോവൂർ, ഏലിക്കുട്ടി കൊച്ചമ്മയെ നിരവധി തവണ കണ്ട് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കോവൂരച്ചിൽ നിന്ന് E.T. കോവൂരിന് കിട്ടിയ ഒരു മൂല്യം എന്ന് തന്നെ ഞാൻ പറയട്ടെ, ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മുൻപിൻ നോക്കാതെ വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് ഭയപ്പെടാതെ അത്
പ്രഘോഷിക്കുവാനുള്ള ഒരാർജവം തൻ്റെ ഇടം കോവൂരച്ചൻ്റെ പിന്തലമുറക്കാനായ ഡോക്ടർ A.T. കോവൂരിനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപക്ഷേ പലതരത്തിലുമുള്ള സമ്മർദ്ദങ്ങളെയും സ്വാധീനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച വെളിച്ചത്തോട് നീതി പുലർത്തി അതിനോട് അങ്ങേയറ്റം വിശ്വസ്തത കാട്ടി കോവൂരച്ചൻ പ്രവർത്തിച്ചുവെങ്കിൽ കോവൂരച്ചനിൽ നിന്ന് അത്തരത്തിലുള്ള എല്ലാ വിശ്വാസ സംഹിതയും ആർജിച്ചില്ലെങ്കിലും തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു തൻ്റെ ഇടത്തോടുകൂടി നിലപാടെടുക്കാൻ A.T. കോവൂരിന് കഴിഞ്ഞത് കോവൂരച്ചൻ്റെ ഒരു സ്വഭാവ ഗുണത്തിൻ്റെ പിന്തുടർച്ചയാണോ എന്ന് ഞാൻ സന്ദേഹിച്ചു പോകുന്നത് അസ്ഥാനത്താവുകയില്ല എന്നുകൂടി എന്ന ചിന്ത കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. മാർത്തോമാ സഭയെ ഇന്നത്തെ നിലയിൽ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ആ വിശ്വാസത്തെ ഈ നാട്ടിൽ ശാശ്വതമാക്കാൻ വേണ്ടിയുള്ള ഘടനാപരമായ സംവിധാനം ഒരുക്കിയ കോവൂരച്ചൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കട്ടെ. ആത്മീയ തീഷ്ണതയുടെ സഭയുടെ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതനായ സീനിയർ വികാരി ജനറൽ വേരി റവറൻ ഡോക്ടർ ചെറിയാൻ തോമസ് അച്ഛൻ ഇപ്പോൾ അനുസ്മരണ പ്രസംഗം നടത്തുന്നു. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, ആദരണീയനായ മുഖ്യപ്രഭാഷകൻ ബാബു പോൾ സാർ IAS, ആദരണീയനായ ഞങ്ങളുടെ മന്ത്രി ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ്, സഭാ സെക്രട്ടറി അച്ഛൻ, സഭാ ട്രസ്റ്റി അച്ഛൻ, ജോർജനച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വികാരികൾ അച്ഛൻ, കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും വന്ദനം. 1976 യൂഹാനൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി കാലം ചെയ്തപ്പോൾ മലയാള മനോരമയുടെ എഡിറ്റോറിയൽ വന്നു. അതിൻ്റെ ആദ്യത്തെ വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. നേതൃത്വം കൊണ്ട് മാർത്തോമാ സഭയെപ്പോലെ അനുഗ്രഹീതമായൊരു സഭ ഈ ഭാരതത്തിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ സഭ, ഉന്നതവും ഉദാത്തവുമായ നേതൃത്വം. ബഹുമാനപ്പെട്ട കോവൂരച്ചനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഉത്തമമായ നേതൃത്വം, അനുഗ്രഹീതനായിട്ടുള്ള ഒരു ഭരണാധിപൻ, ഒരു ദൈവമനുഷ്യൻ. ബഹുമാനപ്പെട്ട ബാബു പോൾ സാർ പറയുകയുണ്ടായി, കോവൂരച്ചനില്ലായിരുന്നെങ്കിൽ മാർത്തോമാ സഭ എങ്ങനെയാകുമായിരുന്നുവെന്ന്. എന്നാൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു കോവൂരച്ചനിലൂടെ നിത്യനായ സർവശക്തനായ ദൈവം മാർത്തോമാ സഭയെ സ്നേഹിച്ചു. അതുകൊണ്ട് മാർത്തോമാ സഭ തുടരുന്നു ചരിത്രത്തിൽ. ഇല്ലായിരുന്നു എന്നുള്ളതല്ല, സ്നേഹിക്കുന്ന ദൈവം മാർത്തോമാ സഭയ്ക്ക് വേണ്ടി കോവൂരച്ചനെ നൽകി എന്നുള്ളതാണ്. അച്ഛൻ്റെ ചരമവാർഷികം 100ാം ചരമവാർഷികം ആഘോഷിക്കുന്നതിൽ മുൻകൈയെടുത്ത കോവൂർ കുടുംബത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നത് സഭ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ സഭയിൽ 2 അച്ഛന്മാരെ മാത്രം, ഇതോടെ കൂടി 2 അച്ഛന്മാരുടെ 100ാം ജന്മദിനം ആഘോഷിച്ചിട്ടുള്ളൂ. ചരമവാർഷികമായില്ല. MA തോമസ് അച്ഛൻ്റെ, അത് ECC ആണ് ചെയ്തത്. 100 വർഷം കഴിഞ്ഞ അച്ഛൻ മരിച്ചിട്ട്. എന്നാൽ ഇത്രയും പ്രഗത്ഭമായ ബുദ്ധിസാമർഥ്യമുള്ള ഒരു കുടുംബമാണ് കോവൂർ കുടുംബമെങ്കിലും ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടമേ എനിക്കറിയാൻ പാടുള്ളൂ. എനിക്ക് ശേഷം അറിയില്ല, ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരാൺതരിയെപ്പോലും ഈ കുടുംബത്തിൽ നിന്ന് മാർത്തോമാ സഭയുടെ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം ഞാൻ പങ്കുവയ്ക്കുകയാണ്. കോവൂരച്ചൻ്റെ നന്മയിലും പ്രാഗൽഭ്യത്തിലും ഇന്നലെയുടെ ആ വലിയ നന്മയിൽ പുകഴുന്നത് മാത്രമല്ല, ഇന്നിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കത്തക്കവണ്ണം പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കുടുംബത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിസ്താരവേളയിൽ, അതായത് ടൈറ്റസ് ഫസ്റ്റ് മാർത്തോമായുടെ
കോൺസെക്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് എതിർകക്ഷികൾ കൊടുക്കുകയുണ്ടായി. ആ വിസ്താര വേളയിൽ അച്ഛനോട് ചോദിച്ചു, മാജിസ്ട്രേറ്റ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അച്ഛൻ മറുപടി പറഞ്ഞു, മലബാർ സെൻറ് തോമസ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വികാരി ജനറൽ. മജിസ്ട്രേറ്റ് ചോദിച്ചു, വികാരി ജനറൽ എന്നാൽ? അച്ഛൻ മറുപടി പറഞ്ഞു, കത്തങ്ങൾക്ക് മേലെയും മെത്രാന് താഴെയും, എന്ന് വെച്ചാൽ ഗവർണർ ജനറൽ എന്നോ അഡ്മിനിസ്ട്രേറ്റർ ജനറലോ എന്ന് പറയും. അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു, താഴത്ത് കത്തനാരെ മേലെയോ? മറുപടി അതെ. ഈ സഭയുടെ പല ഓഫീസസും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ നിർവചിക്കുകയും ചെയ്യുന്നതിൽ അച്ഛൻ്റെ പ്രാവീണ്യം, കർമ്മകുശലത എത്ര വലുതായിരുന്നു ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അച്ഛൻ ആ കോൺസെക്രേഷന് മുമ്പായിട്ടുള്ള ആ വിസ്താരത്തിൽ അച്ഛൻ പറഞ്ഞു, ഈ ചെറിയപള്ളി വെച്ച് ഇത് നടത്തരുതെന്നുള്ളതായിരുന്നു വിഷയം. ഞങ്ങളുടെ കൈവശമിരിക്കുന്ന പള്ളിയിൽ ഞങ്ങളുടെ ഒരു കർമ്മം നടത്തിക്കൂടാ എന്ന് വിധിക്കുന്ന അതിക്രമമാണെന്ന് മജിസ്ട്രേറ്റ് മനസ്സിലാക്കണം എന്ന് പറയാനുള്ള തൻ്റെ ഇടം അദ്ദേഹം കാണിച്ചു. അപ്പോൾ തൻ്റെ ഇടമുള്ളൊരു നേതൃത്വം ഇത് ഈ സഭയ്ക്ക് എല്ലാ കാലത്തും ആവശ്യമാണ്. മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ ശ്രീമൂലം തിരുനാൾ പ്രജാസഭയിലെ അംഗമായിരുന്നെന്ന് പറഞ്ഞല്ലോ. 25 വർഷം സഭയുടെ വികാരി ജനറലായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും നടക്കില്ല, അത് നമുക്കറിയാം. ഇന്ന് പട്ടത്തത്വ സമൂഹത്തിൻ്റെ അതിൻ്റെ ഒരു ശക്തി കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ റിട്ടയർമെൻറ്റാണ്. 65 കഴിഞ്ഞാൽ ഔട്ട്, പിന്നെ ഒന്നും പ്രവർത്തനമല്ല. എന്നാൽ 65 കഴിഞ്ഞാണ് ഇവരൊക്കെ ശക്തന്മാരായത് എന്നുള്ളതുകൂടെ നമ്മൾ ഓർത്തിരിക്കുന്നു. അതുകൊണ്ടൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മതേതര മനോഭാവം നമ്മൾ ഇന്നത്തെ കാലയളവിൽ കൊണ്ടു നടക്കേണ്ടതാണ്. ഒരു സെക്കുലർ ഔട്ട്ലുക്ക്. അദ്ദേഹം ഈ നാട്ടിലെ മാർത്തോമാക്കാരുടെ അച്ഛൻ മാത്രമല്ലായിരുന്നു, ഇവിടുത്തെ സർവ്വ മനുഷ്യരുടെയും ഒരു വലിയ നേതാവായിരുന്നു. അനേക നാളുകൾ ഇവിടുത്തെ ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് ഒരു സെക്കുലർ ഔട്ട്ലുക്ക് ഇത് നമുക്ക് ആർക്കും ഒത്തിരി ആളുകൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. ഒന്നുകിൽ മാർത്തോമ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഹിന്ദു, അല്ലെങ്കിൽ മുസ്ലിം. എന്നാൽ മനുഷ്യൻ ആ മനുഷ്യ ദർശനത്തിൽ എല്ലാവരെയും കാണുന്നതിന് ചെറിയവരെന്നോ വലിയവരെന്നുള്ള വ്യത്യാസമില്ലാതെ ഈ മനുഷ്യ ദർശനത്തിൽ എല്ലാവരെയും കാണുന്നതിനും അത് ദൈവസന്നിധിയിൽ ഒരു വലിയ യാഗമായി സമർപ്പിക്കുന്നതിനുമുള്ള കഴിവ് അച്ഛനിൽ നിക്ഷിപ്തമായിരുന്നു. കോപുരത്തിന് പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. യാമപ്രാർത്ഥന ഒന്നും അദ്ദേഹം വിട്ടിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ പോലും ഈ പ്രാർത്ഥന മുടക്കിയിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഭരണകർത്താവും ദക്ഷിണശാലിയും ക്രാന്തദർശിയും ഒക്കെ ആയിരുന്ന ഈ വലിയ മനുഷ്യൻ, ഈ വലിയ നേതാവ്, ദൈവത്തോടുള്ള വലിയ ബന്ധം കാത്തു പരിപാലിച്ച, മതേതര സ്വഭാവമുള്ള, എല്ലാ ജനങ്ങൾക്കും വേണ്ടി നിന്ന വലിയ മനുഷ്യനായിരുന്നു. ആ വലിയ നേതൃത്വം ഇന്നത്തെ നമ്മുടെ അനുഗ്രഹമായി, നമ്മുടെ മാതൃകയായി തീരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അതിന് അച്ഛൻ്റെ ധന്യമായ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി മാർത്തോമാ സഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആത്മീയ നേതൃത്വം നൽകുന്ന റവറൻ ഉമ്മൻ ഫിലിപ്പ് അച്ഛൻ അനുസ്മരണ പ്രസംഗം നടത്തും. ആദരണീയനായ ബാബു പോൾ സാർ, വന്യ വികാരി ജനറൽ ഡോക്ടർ ചെറിയാൻ തോമസ് അച്ഛൻ, എൻ്റെ സഹപ്രവർത്തകനായ ജോർജൻ മാത്യൂസ് ജോൺ അച്ഛൻ, മറ്റ് വന്യരായ വൈദിക സഹോദരരെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, രണ്ട് കാര്യങ്ങൾ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ബാബു പോൾ സാർ
മന്ത്രി മാത്യു ടി തോമസിനെ ഓർപ്പിച്ച് ഒരു പ്രത്യേക കാര്യം പറയുമ്പോൾ അതിലൊരു ഓർമ്മപ്പെടുത്തൽ ശക്തമായ ഭാഷയിൽ ഉണ്ടായിരുന്നു. വന്യനായ കോവൂരച്ചനെ അനുസ്മരിക്കുമ്പോൾ നവീകരണാനന്തര മലങ്കര സഭയിൽ എപ്പിസ്കോപ്പസിയെ ശക്തിപ്പെടുത്തത്തക്കവണ്ണം പാറ പോലെ ഉറച്ച നിന്ന കോവൂരച്ചനെ അനുസ്മരിക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ എന്ന് ഞാൻ പറയുമ്പോൾ, ഇന്ന് എപ്പിസ്കോപ്പസിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ പല കോണുകളിൽ പല വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ സഭാമക്കൾ, സഭാവിശ്വാസികൾ തിരിച്ചറിയാത്തതിനെതിരെയുള്ള ഓർമ്മപ്പെടുത്തലായി കാണുമ്പോഴാണ് ഈ അനുസ്മരണം അർത്ഥവത്തായിത്തീരുന്നത്. മറ്റൊരു ചെറിയ കാര്യം, കേരള ഹൈക്കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകനെ സന്ദർഭവശാൽ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കേസുകളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ, മലങ്കര സഭയിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കേസിൽ ഒരു കക്ഷിയെ അദ്ദേഹം ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നു എന്നെന്നോട് പറഞ്ഞു. ആ സഭയിലെ തന്നെ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു ന്യായാധിപൻ്റെ സാന്നിധ്യത്തിൽ കേസ് എന്താണ് എന്ന് പഠിക്കാനായി കാതോലിക്കായും എല്ലാ മെത്രാപ്പൊലീത്താമാരുമായും ഒരു ഇൻ്റർവ്യൂ. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സീനിയർ മെത്രാപ്പൊലീത്ത വക്കീലിനോട് പറഞ്ഞു, എടോ, താൻ ഈ കേസിൻ്റെ ഇൻട്രിക്കസീസ് ഒന്നും അറിയണ്ട, ഒരു കാര്യം താൻ അറിഞ്ഞാൽ മതി, അന്ന് ആ മാർത്തോമാക്കാരെ കൈക്കലയില്ലാതെ ഇറക്കി വിട്ടതുപോലെ ഇവരെയും ഇറക്കി വിടണം, അതേ ഉള്ളൂ കേസ്. ആ മെത്രാപ്പൊലീത്ത പറഞ്ഞ പള്ളികളുടെ പേരുകൾ പറഞ്ഞാൽ നിങ്ങൾക്കിത് ആരാണ് പറഞ്ഞതെന്ന് പിടികിട്ടും. റോയൽ കോടതി വിധിക്ക് ശേഷം മലങ്കരയിലെ നവീകരണാനന്തര സഭയുടെ ഗതി മിക്കവാറും ഇങ്ങനെയായിരുന്നു. അവിടെയാണ് താഴത്ത് ചാണ്ടപ്പിള്ള കത്തനാരും തിരുവല്ലയിൽ കോവൂർ ഐപ്പ് തോമ കത്തനാരുമൊക്കെ. ഞാൻ നവീകരണാനന്തര മലങ്കര സഭയിലെ നമ്മുടെ മെത്രാപ്പൊലീത്തയുടെ ഭാഷയിൽ വലിയ മാത്യൂസ് അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത, തുടർന്ന് പാലക്കുന്നത്ത് തോമസ് അത്താനാസിയോസ് അഫർഗൻ, തോമസ് അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത, തീത്തൂസ് ഒന്നാമൻ, തീത്തൂസ് രണ്ടാമൻ, ഇവരുടെ കാലത്തെല്ലാം തന്നെ വല്ലാത്ത അധസ്ഥിതിയുടെ കാലമായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത്തരത്തിലെ ധീരന്മാരായ വൈദികർ, ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും അഗ്രഗണ്യൻ കോവൂർ ഐപ്പ് തോമ കത്തനാർ. നമുക്ക് ഈ ഭാഗ്യസ്മരണീയരെ ഓർക്കുമ്പോൾ, ഇന്ന് സഭയുടെ മക്കൾ, അഭിമാനമുള്ള മക്കൾ എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ കടമകൾ ഓർക്കാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മുറുകെ പിടിക്കാൻ, സഭയോടും സഭയുടെ നാഥനായ കർത്താവിനോടുമുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കാൻ ഇടയായാൽ ഈ ദൃശ്യ സമ്മേളനങ്ങൾ, അനുസ്മരണങ്ങൾ അനുഗ്രഹകരമാകും. അതിന് എല്ലാ ആശംസകളും. ഇതിനെ മുൻകൈയെടുത്ത കോവൂർ കുടുംബാംഗങ്ങളെ പ്രശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. അച്ഛൻ്റെ ധന്യമായ വാക്കുകൾക്ക് നന്ദി. സെൻറ്റ് തോമസ് മാർത്തോമ പള്ളിയുടെ വികാരി റവറൻ ജോർജൻ മാത്യൂസ് ജോണച്ചൻ ഇപ്പോൾ അനുസ്മരണ പ്രസംഗം നടത്തും. ബഹുമാന്യനായ ബാബു പോൾ സാർ, മാർത്തോമ സഭയുടെ വന്യനായ വികാരി ജനറൽ ഡോക്ടർ ചെറിയാൻ തോമസ് അച്ഛൻ, ആദരണീയനായ സഭാ സെക്രട്ടറി ഉമ്മൻ ഫിലിപ്പ് അച്ഛൻ, വികാരി ജനറൽ AC കുര്യനച്ഛൻ, മറ്റ് വന്യ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഏവർക്കും സ്നേഹവന്ദനം. മലകൾ ഇളകിയാലും മഹത്തുക്കളുടെ മനമിളകുകയില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മലങ്കര മാർത്തോമ സഭയിലെ ഒരു പട്ടക്കാരനിൽ ഈ ചൊല്ല് 100% സാർത്ഥകമായി തീർന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് വന്യദിവ്യശ്രീ കോവൂർ ഐപ്പ് തോമ കത്തനാർ എന്ന വികാരി ജനറൽ. കോവൂർ അച്ഛനെക്കുറിച്ചുള്ള സ്മരണകൾ നമ്മളുടെ എല്ലാ മനസ്സുകളിൽ
ഒരു പുതുപുലരിയുടെ ചൈതന്യത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ 1903 മുതൽ 1917 വരെ അദ്ദേഹം 14 വർഷം ശുശ്രൂഷ ചെയ്ത് അനുഗ്രഹിച്ച തിരുവല്ല സെൻറ്റ് തോമസ് മാർത്തോമാ പള്ളിയുടെ വികാരി എന്ന നിലയിൽ ഈ സമ്മേളനത്തിന് ഇടവകയുടെ ആശംസകൾ നേരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാർത്തോമാ സഭയിലെ പട്ടക്കാരിൽ യുഗപ്രഭാവനായിരുന്ന കോവൂരച്ചനെക്കുറിച്ച് മാർത്തോമാ സഭയുടെ തന്നെ യുഗപ്രഭാവനായ എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞ വാക്കുകൾ ആത്മാർത്ഥതയുടെ സൂര്യശോഭയുള്ള വാക്കുകളാണ്. എൻ്റെ കൃത്യനിർവഹണത്തിൽ തളർച്ച വരുമ്പോൾ എന്നെ തളരാതെ പിടിച്ചു നിർത്തുവാൻ എന്നോടൊപ്പം കോവൂരച്ചനുണ്ടായിരുന്നു എന്നത് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടെ ഞാൻ ഓർക്കുന്നു എന്നാണ് എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി സാക്ഷ്യം പറഞ്ഞത്. താൻ ജീവിച്ച കാലഘട്ടത്തെ മുഴുവൻ തൻ്റെ വ്യക്തിത്വ പ്രഭാവം കൊണ്ട് നിറയ്ക്കുകയും മാത്യൂസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമേനി മുതൽ എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി വരെയുള്ള ഇടയ ശ്രേഷ്ഠർക്ക് ഉറച്ച പിന്തുണ നൽകി സഭാ നേതൃത്വത്തെയും സഭയെയും കോവൂരച്ചൻ ബലപ്പെടുത്തിയത് തൻ്റെ പ്രതിഭയിലും ഇച്ഛാശക്തിയിലും മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതാണ്. ഈ സഭ ദൈവത്തിൻ്റെ സഭയാണ്. കർത്താവിൻ്റെ സഭയെ തകർക്കുവാനോ തളർത്തുവാനോ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് കോവൂരച്ചനെ നയിച്ചതും സഭാ നേതൃത്വത്തെയും സഭയെ തന്നെയും ബലപ്പെടുത്തുവാൻ കോവൂരച്ചന് പ്രേരണയായി തീർന്നത് എന്ന സത്യം നാം ഒരിക്കലും വിസ്മരിക്കരുത്. ഈ ഉറച്ച വിശ്വാസമാണ് കോവൂരച്ചനെ വിശ്വാസവീരനായ ഒരു പട്ടക്കാരനായി വളർത്തിയതും ഉയർത്തിയതും. കോവൂരച്ചൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും നവീകരണ സഭയായ മാർത്തോമാ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നവീകരണ സഭയുടെ പ്രഥമ വികാരി ജനറൽ എന്ന സ്ഥാനം വഹിച്ച കോവൂരച്ചൻ പാലിയേക്കര പള്ളിയിൽ നിന്നിറങ്ങി നവീകരണ വിശ്വാസികൾക്ക് ആരാധിക്കാനായ ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടിയാണ് ഹൈന്ദവ കുടുംബത്തിൽ നിന്നും സഭയ്ക്ക് വേണ്ടി ഈ SC കുന്ന് വാങ്ങുന്നതിന് നേതൃത്വം നൽകിയത്. ദീർഘദർശിയായ ഒരു ഭരണാധികാരിയായ കോവൂരച്ചൻ അതുവഴി നവീകരണ സഭയുടെ ആസ്ഥാനം തിരുവല്ലായിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടതായ ഒത്താശകൾ നൽകി. നമ്മുടെ തിരുവല്ല സെൻറ്റ് തോമസ് പള്ളി ഇവിടെ സ്ഥാപിക്കുന്നതിനുള്ള അനുവാദവും സഭാ നേതൃത്വത്തിൽ നിന്ന് ലഭ്യമാക്കിയതും കോവൂരച്ചനായിരുന്നു എന്നത് പ്രത്യേകം സ്മരണീയമാണ്. സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്ത് നേടാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നവീകരണ കാലഘട്ടത്തിലെ മുന്നണി പോരാളിയായ കോവൂരച്ചൻ സഭയ്ക്ക് എന്ത് നേടിക്കൊടുക്കാം, സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്ന് നമ്മെ കാണിച്ചു തന്ന വഴികാട്ടിയാണ്. തോമസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പൊലീത്തായുടെ കാലത്ത് തന്നെ വികാരി ജനറൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ആളാണ് കോവൂരച്ചൻ. പിന്നീട് സുദീർഘമായ 25 വർഷക്കാലം കോവൂരച്ചൻ ഈ സഭയിൽ വികാരി ജനറലായി നിറഞ്ഞു നിന്ന് ശോഭിച്ചു. കോവൂരച്ചൻ്റെ അവസാന നാളുകളിൽ രോഗക്കിടക്കയിൽ തന്നെ കാണാൻ വന്ന ഒരു സ്നേഹിതനോട് അച്ഛൻ പറഞ്ഞത്, എന്നെ ഓർത്ത് കരയരുത്, എനിക്ക് സ്ഥലം മാറ്റത്തോടുകൂടി പ്രമോഷൻ കിട്ടാൻ പോകുകയാണ് എന്നാണ്. മരണതാഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ പോലും യാതൊരു അനർത്ഥത്തെയും ഭയപ്പെടാതെ ദൈവം തന്നോടുകൂടെ ഇരുന്ന് തനിക്ക് പ്രമോഷൻ നൽകുവാൻ പോകുകയാണ് എന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തീകരിച്ച ആ പാവനാത്മാവിൻ്റെ ജീവിത ധന്യതയ്ക്ക് മുമ്പിൽ കോവൂരച്ചൻ മലങ്കര മാർത്തോമാ സഭയ്ക്ക് നൽകിയ നിസ്തുല്യമായ ശുശ്രൂഷകൾക്ക് മുമ്പിൽ നമുക്ക് ആദരവുകൾ അർപ്പിക്കാം. ആ മഹത് ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകകൾ നമ്മുടെ ഉള്ളങ്ങളിൽ തണ്ടിന്മേൽ വെച്ച വിളക്കുകൾ പോലെ എന്നും ശോഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ കോവൂരച്ചൻ അനുസ്മരണ കമ്മിറ്റിയോടുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ടും എന്നെ അതിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അച്ഛൻ്റെ ധന്യമായ വാക്കുകൾക്ക് നന്ദി. സംഘാടന വൈഭവം കൊണ്ട് ശ്രദ്ധേയനായ അനുസ്മരണ കമ്മിറ്റി കൺവീനർ ശ്രീ ചെറിയാൻ കോവൂർ ഇപ്പോൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ആദരണീയനായ ബാബു പോൾ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ മാർത്തോമാ സഭയുടെ പ്രകാശഗോപുരമായി നിന്ന
കോവൂരച്ചൻ്റെ സ്മരണകൾ പരിമളം തൂകുന്ന ഈ വേളയിൽ ആ പിതാമഹൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നിൽ നിശബ്ദമായ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ മീറ്റിങ്ങിന് ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും ചെയ്ത് ഞങ്ങളെ സഹായിച്ച മെത്രാപ്പൊലിത്തായുടെ ഉപകാരങ്ങൾ ഈ സമയം നന്ദി പുരസ്സരം സ്മരിക്കുന്നു. മെത്രാപ്പൊലിത്തായുടെ അഭാവത്തിൽ ഈ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിച്ച പൗലോസ് തിരുമേനിയോടുള്ള ഞങ്ങളുടെ നന്ദി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ MLAയും ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയും അതിലുപരി നല്ലൊരു സഭാസ്നേഹിയുമായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസിനോടുള്ള നന്ദിയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളും. ഇന്ന് മുഖ്യ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ ബാബു പോൾ സാർ കോവൂരച്ചൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു നല്ല പിക്ചർ നമുക്ക് വരച്ച് തന്നിട്ടുണ്ട്, കാണിച്ചു. ബഹുമാനപ്പെട്ട ബാബു പോൾ സാറിന് ഞങ്ങൾ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. അനുസ്മരണ പ്രസംഗങ്ങളിലൂടെ നമ്മളെ ധന്യരാക്കിയ വികാരി ജനറൽ ഡോക്ടർ ചെറിയാൻ തോമസ് അച്ഛൻ, സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമ്മൻ ഫിലിപ്പ് അച്ഛൻ, SES ഇടവക വികാരി ജോർജൻ അച്ഛൻ, ഇവരോടുള്ള ഞങ്ങളുടെ നിസ്സീമമായ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ഹാജരായി വന്ന